നമസ്കാരം സുഹൃത്തുക്കളെ. മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഓസ്ട്രേലിയയുടെ ഇമിഗ്രേഷന് എതിരായിട്ട് റാലികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയൻസ് പല നഗരങ്ങളിലും റാലികൾ സംഘടിപ്പിക്കുന്നു. സർക്കാർ അതിനെ വിമർശിക്കുന്നു. ഈ റാലികളിലൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ടൊരു പോയിന്റ്, ഒരു ഫ്ലയേഴ്സ്, ഒരു ബാനർ പറക്കുകയാണ് ഇന്ത്യക്കാർക്കെതിരായിട്ട്, വംശീയമായിട്ടുള്ള ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും. ഇതെല്ലാം എൻ്റെ ഉദരേ എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിലൊക്കെ, ഇപ്പോൾ അയർലൻഡിൽ ആരംഭിച്ചു, യു കെയിലുണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലാ രാജ്യങ്ങളും ഒരു കാട്ടുതീ പോലെ പടരുകയാണ് നമ്മുടെ ഇന്ത്യക്കാർക്കെതിരെയുള്ള വികാരങ്ങളും. ഓസ്ട്രേലിയൻസ് പറയുന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യക്കാരുടെ എണ്ണം അനിയന്ത്രിതമായി കൂടി. കഴിഞ്ഞ 100 വർഷത്തിൽ മറ്റേ ഗ്രീക്കുകാരോ അല്ലെങ്കിൽ വേറുള്ള മറ്റു ഇറ്റാലിയൻസോ വരാത്ത അത്രയും എണ്ണം ഇന്ത്യക്കാരാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഓസ്ട്രേലിയ വന്നു എന്ന് പറയുന്നു. അതിലിപ്പോൾ തെറ്റെന്താ ഉള്ളേ? നിയമപരമായിട്ടാണ് ഇന്ത്യൻസ് വരുന്നത്. ഇന്ത്യൻസിനെ പറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു സമൂഹത്തിലേക്ക്, ഒരുപാട് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ത്യക്കാരെ വെച്ച് പറയുമ്പോൾ ഗൂഗിളിന്റെ സിഇഒ ഇന്ത്യക്കാരനാണ്, മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ഇന്ത്യക്കാരനാണ്, ഒരുപാട് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്. പക്ഷേ കുറച്ചു കാലം കൊണ്ട്, ഒരു 5-6 മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് ഒരു ആന്റി ഇന്ത്യ മൂവ്മെന്റുകൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പുറപ്പെടുകയാണ്. അതിന് പുറകിൽ ആരാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചൈനയാണോ ഇതിന്റെ പുറകിൽ, പാകിസ്ഥാനാണോ ഇതിന് പുറകിൽ, ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പറയുന്ന മാർച്ചിൽ ഒന്ന് രണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഈ ആന്റി ഇമിഗ്രേഷൻ പോയിന്റുകളും മീറ്റിങ്ങുകളും ഈ പറയുന്ന സംസ്കാരങ്ങളിലൊക്കെ പറയുന്നത് കേട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റി സംസാരിക്കാതെ നമുക്ക് നിവൃത്തിയില്ല. കാരണം പല ഓസ്ട്രേലിയൻസ് അല്ല, ലോകം മുഴുവൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വർക്ക് എത്തിക്സ് ഇന്ത്യൻസിന്റെ. രണ്ടാമത് പറയുന്ന ആളുകളെ തിരികെ കയറ്റുക, സ്വന്തം ആളുകളെ തിരികെ കയറ്റുക. നമ്മൾ സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റാൻ നമ്മൾ ഇന്ത്യൻസ് വളരെ മുൻപന്തിയിലാണ്. രാഷ്ട്രീയത്തിൽ എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകള്, അത് മാത്രം മതി. ഓക്കെ, ഒരു ഫീൽഡ്, ഡോക്ടേഴ്സിന്റെ ഫീൽഡ് എടുത്താൽ എൻ്റെ മകൻ മാത്രം ഡോക്ടർ, വക്കീലായ എൻ്റെ മകൻ മാത്രം, സിനിമയാണെങ്കിൽ എൻ്റെ മകനും മകളും മാത്രം അഭിനയിച്ചാൽ മതി, പുറത്തൊരാൾ വരണ്ട. ഈ ഒരു സംസ്കാരം നമുക്കുണ്ട്. സ്വന്തം ആളുകൾ മാത്രം തിരികെ കയറ്റുക. വർക്ക് എത്തിക്സ് ഇല്ല. വർക്ക് എത്തിക്സിനെ പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം പരാമർശിക്കാൻ സാധിക്കില്ല. അതായത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഒരു പയ്യനാണ്, അവൻ ഇവിടെ അമേരിക്കയിൽ പഠിക്കാൻ വന്നൊരു പയ്യനെ, കോളേജ് സ്റ്റുഡന്റ് ആണ്. അവൻ ഇന്ന് ഒരു കഴിഞ്ഞ ശനിയാഴ്ച എന്നെ വിളിച്ചു പറയാൻ, മിഥുൻ ഭയ്യ ഒരു കാര്യം പറയാനുണ്ട്. എന്ത് പറ്റി? അപ്പോൾ അവനൊരു ഗുജറാത്തിയുടെ കടയിൽ ജോലിക്ക് പോയി ഒരു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ആയിരുന്നു, മുതലാളിയുടെ ഭാര്യയാണ്. അവർ പറഞ്ഞു, നിനക്ക് ഞാൻ $9 ഒരു മണിക്കൂർ തരും. നിയമപ്രകാരം ഒരു ജോലി, എന്ത് ജോലി എടുത്താൽ പോലും $15 മിനിമം കൊടുത്തേ പറ്റൂ. ആ ഒരു അവസ്ഥയിലാണ് $9 ആ ഗുജറാത്തി സ്ത്രീ അവന് ഓഫർ ചെയ്തു, നിനക്ക് 9 തരും. അപ്പോൾ പാവം പയ്യനാണ്, എന്ത് ചെയ്യാൻ പറ്റും? നിയമപ്രകാരമായി കുട്ടികൾക്ക് ജോലി എടുക്കാൻ അമേരിക്കയിൽ അവകാശമില്ല. അപ്പോൾ കിട്ടിയതാകട്ടെ, കാരണം ഒരുമിച്ചാണ് താമസിക്കുന്നത്, ചെലവുകൾ കുറവാണ്, അപ്പൊ അതുകൊണ്ട് കിട്ടിയതാകട്ടെ എന്ന് കരുതിക്കൊണ്ട് അവനത് പറഞ്ഞു. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം ദിവസം അവസാനിക്കുമാറാകുമ്പോഴേക്കും ഒരു കസ്റ്റമർ സാധനം ചോദിച്ചപ്പോൾ അവന് മനസ്സിലായില്ല, പേര് മനസ്സിലായില്ല. കാരണം ഒരു 100-150 പ്രോഡക്ട്സുകളുടെ പേര് എങ്ങനെ ഒരു ദിവസം പഠിക്കും? അപ്പൊ ആ സ്ത്രീ ശകാരിച്ചോട് പറയുകയാണ്, നീ എന്ത് കോപ്പെടുക്കുകയായിരുന്നു ഇന്ന് മുഴുവൻ ദിവസം? നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടല്ലോ, നിനക്ക് പോയി പഠിച്ചുകൂടെ എന്ന്. വർക്ക് എത്തിക്സ്, അതായത് എന്താ പറയുക, കുറഞ്ഞ കൂലിക്ക് കൂടുതൽ പണം ലാഭിക്കുക, സമ്പാദിക്കുക എന്നുള്ളൊരു സംസ്കാരമുണ്ട് ഇന്ത്യൻസ്. ഇപ്പൊ ഞാനും നമ്മുടെ എൻ്റെ യൂട്യൂബർ വിക്ടറും കൂടി സഞ്ചരിക്കുമ്പോൾ അമേരിക്കയിൽ ഡങ്കിൻ ഡോണറ്റ്സ്, ഡങ്കിത് പറഞ്ഞ സ്ഥലമുണ്ട് കാപ്പി കുടിക്കാനായിട്ട്. ഇന്ത്യക്കാരുടെ ഫ്രാഞ്ചൈസി ആണെങ്കിൽ ഞങ്ങൾ കാപ്പി കുടിക്കാറില്ല. കാരണം എന്തുകൊണ്ടെന്ന് അറിയും? കാപ്പിപ്പൊടി മാറ്റില്ല. രാവിലെ ഇടുന്ന കാപ്പിപ്പൊടി തന്നെ ബ്രൂ ചെയ്ത് നമുക്ക് ആ ടേസ്റ്റ് അറിയാൻ, വ്യത്യാസം അറിയാൻ പറ്റും. ഇന്ത്യക്കാർ ഓണ്ട് മോട്ടലാണെങ്കിൽ ക്ലീനിങ് ഇല്ല. ഓക്കെ, നമ്മൾ ശരിയാണ്, നമ്മൾ വന്നിരിക്കുന്ന ഇന്ത്യയിൽ നിന്നാണ്, നമുക്ക് പണം സമ്പാദിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ഇച്ഛയുണ്ട്. പക്ഷേ നമുക്കൊരു സീറോ വർക്ക് എത്തിക്സ്, സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നില്ല എന്നൊരു പരാതി സമൂഹത്തിൽ എല്ലായിടത്തും കടന്നു വരികയാണ്. നമ്മളെ പോയിന്റിൽ വെക്കുകയാണ്. ഇപ്പോൾ ഒരു നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ സിഇഒസ് ഇന്ത്യൻ കമ്പനികൾ ഓൺ ചെയ്യുന്നു. ഇപ്പൊ പൊതുവെ രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത്, ഒരു ഇന്ത്യൻ സിഇഒ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആളുകൾ പറഞ്ഞു വിടും. സീറോ ഇമോഷൻസ് ഇല്ല. നമ്മളെന്താ പറയുന്നത്? 10 പേര് ചെയ്യേണ്ട ജോലി 5 പേർക്ക് ചെയ്യാൻ സാധിക്കും. എന്തിനാണ് ഈ 10 പേര്? ഇമോഷൻസ് ഇല്ല. ഇമോഷൻസിന് ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തത്? മാനേജ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്ത് എംപ്ലോയീസിനെ പിരിച്ചു വിടുന്നതിലും മുൻപന്തിയിലാണ് ഇന്ത്യൻ സിഇഒ. സീറോ വർക്ക് കൾച്ചർ. നമ്മളിപ്പോൾ സിവിക് സെൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞാൽ പോലും വർക്ക് കൾച്ചറും നമ്മുടെ തിരികെ ഇടുന്ന പ്രവൃത്തിയും ഒരുപാട് നമുക്ക് വിമർശനം തരികയാണ്. പല 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 ജോലികളും, എവിടെ ജോലികളും നമ്മൾ ശരിയാണ്, നമ്മൾ ജോലി എടുക്കുന്നു. ഇന്ത്യക്കാർ 90% വരുന്ന ഒരു ബിസിനസ്സൊന്നും അല്ല. ചെറിയ ചെറിയ ജോലികൾ എടുക്കുന്നു, പറയും എന്തിനു വേണ്ടി? ടാക്സ് കൊടുക്കുന്നു. എന്തിനാണ് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നത്? ആദ്യം അതാണ് ഏറ്റവും വലിയ സംസ്കാരം. ഇപ്പോൾ ഓസ്ട്രേലിയൻസ് പറയുന്നു, 5 വർഷം കൊണ്ട് ഒരുപാട് ഇന്ത്യൻസ്, ലക്ഷക്കണക്കിന് പേര് വന്നു. കഴിഞ്ഞ 100 വർഷത്തിൽ കാണാത്ത അത്രയും എണ്ണമാണ് വരുന്നത്. ശരിയാണ്, എന്തിനാണ് വരുന്നത്? വരുന്നത് വർക്ക് ഫോഴ്സ് ഇല്ല. വർക്ക് ഫോഴ്സിലേക്ക് കോൺട്രിബ്യൂഷൻസ് വേണം. ആളുകൾ ജോലി എടുത്താൽ മാത്രമേ സർക്കാരിന് വരുമാനം കിട്ടൂ. എന്തിനുള്ളത്? പെൻഷൻ ഫണ്ടുകളിലേക്ക്. കാരണം ഏജിങ് ആണ് ആളുകൾ
ജോലി എടുക്കുന്നു, വിരമിക്കുന്നു. അവർക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ അടുത്തൊരു വർക്ക് ഫോഴ്സ് വരണം. അതിനു വേണ്ടിയാ കൊണ്ടുവരുന്നത്. പക്ഷേ മിഡിൽ ക്ലാസ്സിന് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് അല്പം ഞെരുക്കത്തിലാണ് എല്ലാ രാജ്യങ്ങളും. കാരണം എഐ വന്നതോടെ ഒരുപാട് ഓട്ടോമേഷൻ ജോലികൾ ഒരുപാട് പോയിരിക്കുകയാണ്. ഫാക്ടറീസ് എല്ലാം ഓട്ടോമേഷനിലേക്ക് പോയിരിക്കുകയാണ്. ഓക്കെ, മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതായിരിക്കുന്നു. എല്ലാവരും എന്താ ചെയ്യുന്നത്? ചെറിയ ചെറിയ ഗിഗ്സ്, അതായത് ഊബർ ഡെലിവറി, പിന്നെ ഊബർ ഓടിക്കുക, സ്വിഗ്ഗി, മിഡിൽ ക്ലാസ് ഈസ് ഗെറ്റിംഗ് ഷ്രിങ്ക്ഡ് എല്ലാ രാജ്യങ്ങളും. അപ്പോൾ അവർ ബഹാന നിക്കാല എന്ന് പറയാം, അതായത് ഒരു കാരണം കണ്ടെത്തുക. എന്താണ് ഈ കാരണം? കാരണം എന്ന് പറയുന്നത് അനിയന്ത്രിതമായുള്ള ഇന്ത്യക്കാരെ വരവ്. എല്ലാ ഇന്ത്യക്കാരും പ്രശ്നക്കാരാണോ? നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. 1% ഇന്ത്യക്കാർ മാത്രമാണ് പ്രശ്നക്കാർ. പക്ഷേ പ്രശ്നം എന്താണ്? ഹൈ ലെവൽ നോക്കുമ്പോൾ നമ്മുടെ എണ്ണത്തിൽ കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഈ വർക്ക് കൾച്ചറും നമ്മുടെ ഈ പറയുന്ന തിരികേറ്റുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് നമുക്കെതിരെ ആഞ്ഞടിക്കുകയാണ് പല രാജ്യങ്ങളിലും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആന്റി ഈ ഇമിഗ്രേഷൻ മാർച്ച് ഫോർ ഓസ്ട്രേലിയയിൽ ബാനറുകളൊക്കെ സംസാര വിഷയങ്ങൾ മുഴുവൻ ഇന്ത്യൻസ് ആണ്. ഈ സംസാര വിഷയങ്ങൾ എന്ന് പറയുന്നത് പിന്നെ കുറെ പെയ്ഡ് ആയിട്ടുള്ള കുറെ ചാനൽസ് ഉണ്ട്. അവരും ഇതിനെപ്പറ്റി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻസ് ആണ് പ്രശ്നം എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും ഇന്ത്യൻസ് എന്തുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോൾ മാർച്ച് ഫോർ ലണ്ടൻ നടക്കാൻ പോകുന്ന അടുത്ത ആഴ്ചകളിൽ ഇതിലും പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. ഇത് ലോകം മുഴുവൻ നമ്മൾക്കെതിരെ ഒരു ടാർഗറ്റായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. ആരാണ് ഇതിന്റെ പുറകിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഒരു ചെറിയൊരു പങ്ക് ഇതിലില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു കുറഞ്ഞ പണത്തിന് കൂടുതൽ ചെയ്യിപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ലാഭം മാത്രം മിച്ചം. പിന്നെ ഒരു കാര്യം പറയണേ, ഈ മിനിമം വേജ് എന്ന് പറയുന്നത് ഇതിനെ ലംഘിക്കുക വളരെ വളരെ കുറ്റമല്ല. അതിനുപരി എന്ന് പറയുന്നത് ഒരു എത്തിക്സ് ഇല്ല. കാരണം ഈ ഒരു $15 $14 മിനിമം വേജ് കൊടുക്കുക എന്നുള്ളത് വർഷങ്ങളോളമായി വെള്ളക്കാർ പോരാടി നേടിയതാണ്. ഇന്ത്യയിൽ ആ സംഭവം ഇല്ല. ഇന്ത്യയിൽ നമുക്ക് എത്ര പണം വേണമെങ്കിലും കൊടുക്കാം, ഡസന്റ് മാറ്റർ. പക്ഷേ ഒരാൾക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരു പൗരന് ഇവിടെ ഒരു രാജ്യത്ത് ജീവിക്കാൻ വേണ്ട മിനിമം ഒരു തുക സർക്കാർ കണ്ടെത്തിയിരിക്കുന്നതിന് പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ആൾ ഫ്രസ്ട്രേഷനായി പോകും. ഞാനൊക്കെ വന്ന കാലങ്ങളിൽ തീർച്ചയായിട്ടും മിനിമം വേജിൽ ജോലി എടുത്തൊരു വ്യക്തിയാണ് വർഷങ്ങളോളം. അന്ന് പോലും ഞാൻ ജീവിതം ആസ്വദിച്ചിരുന്നു. കാരണം എന്ന് പറയുന്നത് എനിക്കൊരു പിസ്സ കഴിക്കണം, അല്ലെങ്കിൽ ഒരു ബർഗർ കഴിക്കണം, എനിക്ക് കാർ ഓടിക്കണം, ഫുൾ ടാങ്ക് പെട്രോൾ ഓടിക്കണം, എനിക്ക് സാധിക്കുമായിരുന്നു. കാരണം എനിക്കൊരു തുക നിശ്ചയിച്ചിട്ടുണ്ട് സർക്കാർ. ആ തുകയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് അങ്ങനെ ഹൈ ലക്ഷറിയോടെ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് പോരാടി നേടിയതാണ്. ഇതിനെതിരായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഒരു വിഭാഗം ഒരു വിഭാഗം ആളുകൾ വർക്ക് ചെയ്യുന്നത്. എവിടെ പോലും കാനഡയിൽ പോയാലും എല്ലാം അങ്ങനെയാണ്. ടിം ഹോട്ടൻസ് വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് പകുതി ശമ്പളം കൊടുക്കും. കാരണം കുട്ടികൾക്ക് എന്താ, അവർക്ക് ചെലവില്ല. പ്രശ്നം എന്ന് പറയുന്നത് പണം എങ്ങനെയെങ്കിലും വാരിയെടുക്കുക. അത് മുഴുവൻ വാരിയെടുത്ത് സ്വന്തം കുടുംബത്തേക്ക് മാത്രം കൊണ്ടുപോകുന്ന ഒരു കൾച്ചർ ലോകം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുക. ഇത് ഇന്റർനെറ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരു UK നടക്കുന്ന ഒരു പ്രശ്നം ഓസ്ട്രേലിയക്കാരൻ അറിയാൻ താമസമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ആ ഒരു കണ്ണിക്കൂടാണ് കാണുന്നത്. അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇന്ത്യക്കാർ ഇടപെട്ട് അതിനെ കുറയ്ക്കണം. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഒരു ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായി മാറും. നമ്മൾ വീണ്ടും ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ പല സ്ഥലങ്ങളിലും ഇന്ത്യൻ പിള്ളേരെ ഇടിക്കുന്നു, കുത്തുന്നു, പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കൂടി കൂടി വരികയാണ്. ഓസ്ട്രേലിയയും ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്, ഈ ഒരു പാതയിലേക്ക്.